റിംഗ് അവൽഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അത്തരമൊരു അവസ്ഥയിൽപ്പെട്ട് കൊച്ചിയിലെ മാധ്യമപ്രവർത്തക രാഖി റാസിന് മോതിരവിരൽ നഷ്ടപ്പെട്ടു. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ മോതിരം കൂർത്ത പ്രതലത്തിൽ കുടുങ്ങുകയായിരുന്നു. തനിക്ക് പറ്റിയ അപകടം വിവരിക്കുന്നതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രാഖി. നമുക്കൊക്കെ ഇതുപോലെ മോതിരം ധരിക്കുന്ന ശീലമുണ്ട്. എന്നാൽ മോതിരം ധരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾക്കും ചിലപ്പോൾ കാരണമാകാം. അത്തരമൊരു അപകടത്തിന് വിക്ടിമായിരിക്കുകയാണ് കൊച്ചിയിലെ മാധ്യമപ്രവർത്തക രാഖി റാസ്. റിംഗ് അവൽഷൻ എന്നാണ് ആ അവസ്ഥയുടെ പേര്. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ഇവരിട്ട പോസ്റ്റും വലിയ ചർച്ചയായിട്ടുണ്ട്. എന്താണ് രാഖി യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒഫീഷ്യൽ യാത്രയിലായിരുന്നു. പ്രൈവറ്റ് ബസ്സിൽ കയറി കോഴിക്കോട് വടകരയിൽ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ സെക്കൻഡുകൾ കൊണ്ടാണ് ഇറങ്ങുന്ന കുറച്ച് നേരത്തിനുള്ളിൽ മോതിരം ബസ്സിൻ്റെ കൂർത്ത് നിന്നൊരു ഭാഗത്ത് കുടുങ്ങി വിരലറ്റുപോയി. താഴെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അയ്യോ എന്തോ ചെറിയ വേദന എടുക്കുന്നല്ലോ എന്ന് പറഞ്ഞ് വിരൽ നോക്കുമ്പോഴാണ് വിരൽ അറ്റുപോയത് അറിഞ്ഞത്. ഈ ബസ്സിൻ്റെ കൂർത്ത ഭാഗവും എൻ്റെ മോതിരവും കൂടെ ചേർന്നപ്പോൾ ഇതൊരു വലിയ ദുരന്തമായിട്ട് ജീവിതത്തിൽ എനിക്ക് ആയി വന്നു. പാസഞ്ചറിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു അത്യാവശ്യമല്ലേ? അതിൽ കൂർത്ത സാധനങ്ങൾ നിൽക്കരുത് എന്ന് നിയമം തന്നെ ഉണ്ടല്ലോ. ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു? അന്നേരം എനിക്ക് വേദന ഫ്രീസായിപ്പോയി. ഇത്രയും വലിയൊരു കട്ട് സംഭവിച്ചുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞപ്പോഴാണ് വിരൽ അറ്റുപോയതാണെന്ന് ഞാൻ കുറച്ച് നേരത്തിനുള്ളിലാണല്ലോ അറിയുന്നത്. ഉടനെ തന്നെ ഞാൻ തിരിച്ച് ബസ്സിലേക്ക് കയറി എൻ്റെ വിരലെടുത്ത് അവരോട് പറഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന്. അവർ നാഷണൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ഉടനെ വലിയ വേദന തുടങ്ങും, ഇഞ്ചക്ഷൻസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. എടുത്തോളാൻ പറഞ്ഞു. പിന്നീട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പോയി അല്ലേ? അവരാണ് ഈ വിരൽ തുന്നി ചേർക്കാനാവില്ല എന്ന് പറയുന്നത്. ഈ റിംഗ് അവൽഷൻ എന്ന് പറയുന്നൊരു ഇത് നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ വരുന്നുണ്ട്. അത് ഒരു പുതിയ അല്ലെങ്കിൽ അത്തരം ഒരു ടേം ആയിരുന്നു രാഖിയെ സംബന്ധിച്ചിടത്തോളം? ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ കൃഷ്ണകുമാർ പറഞ്ഞാണ് ആ വാക്ക് ഞാൻ ആദ്യം കേൾക്കുന്നത്. ഇങ്ങനെ റിംഗ് അവൽഷനാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജയകുമാറിനെ എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ വേഗം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് കാര്യം സംഭവിക്കുക, പലർക്കും സംഭവിക്കുന്നുണ്ട്, ബസ്സിൽ തന്നെ പലർക്കും സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് സ്പെഷ്യലിസ്റ്റിൽ ആംബ്യൂട്ടേഷൻ ചെയ്യുന്നത്. കാരണം ആംബ്യൂട്ടേഷനാണ് മാത്രമേ എനിക്ക് നന്നായിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വിരലില്ലാത്ത അവസ്ഥ എൻ്റെ ബ്രെയിനിന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ബാൻഡേജ് അഴിച്ചിട്ട് ഡോക്ടർ പതുക്കെ ഓരോന്നൊക്കെ ചെയ്തു തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ചെറിയ സാധനങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നത് ചോർന്നു പോകുന്നുണ്ട്. ജോലിയുടെ ഭാഗമായി ടൈപ്പ് ധാരാളം ചെയ്യുന്ന ഒരാളാണ്. അതെനിക്ക് വീണ്ടും ഒന്ന് അൺലേൺ ചെയ്യണം, പിന്നെ റീലേൺ ചെയ്യണം. എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും ഇനി പുതിയതായിട്ട് പഠിച്ചെടുക്കണം ഈ കൈ കൊണ്ട് ജീവിക്കാനായിട്ട്. ബസ്സിൽ നാളെ മുതൽ ഈ ഡിസൈൻ മാറ്റാം എന്നുള്ള കാര്യമൊന്നും നടക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇതൊരു വലിയ നഷ്ടമല്ലേ. നമുക്ക് മുന്നിലൊരു പാഠമാണ് രാഖിയുടെ അവസ്ഥ. നമ്മൾ ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ ചെന്ന് എത്തുന്നത്. ഒന്ന്, ഇത്തരം ഈ കൂർത്ത പ്രതലങ്ങൾ, അത്തരം വിഷയങ്ങൾ, അത് എവിടെയാണോ അത്തരം മിസ്റ്റേക്കുകൾ പറ്റുന്നത് അവർ നടപടിയെടുക്കണം. ഒപ്പം നമ്മൾ എടുക്കേണ്ട മുൻകരുതലുമുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് രാഖി നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ആന്റണി ഗിർഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.